ജീവിതം കൊണ്ടിട്ടിട്ട് അവിടെ അയാൾ രക്ഷപ്പെടുമെന്നോർത്ത് പോയ സ്ഥലത്ത് ഫുൾ ട്രാജഡിയും കാര്യങ്ങളും നടന്നുകൊണ്ട് തിരിച്ച് എന്ത് മുഖം വെച്ച് അയാൾ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നൊക്കെ ഓർത്തിട്ട് അയാൾ ഒരുപാട് നാണക്കേടിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം നാണക്കേടും വിഷമവും എല്ലാം ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് വരണമെന്നുള്ളിലുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന എനർജി വളരെ സപ്പോർട്ട് ചെയ്തും എല്ലാ തരത്തിലും ഒക്കെ എല്ലാം, അതായത് ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെയും നിങ്ങളെ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഈ ഒരാളുടെ അടുത്ത് മാത്രമല്ല വേറെ ആരുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടോ ഇന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ തിരിച്ച് അതുപോലെ ഉപദ്രവിക്കാനുള്ള ഒരു മൈൻഡുള്ള ഒരാളല്ല. നിങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടും വളരെ എന്താ പറയുക ഭയങ്കര എമ്പതായിട്ടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരുടെ വിഷമങ്ങളും മനസ്സിലാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആർക്കും ചീത്തത് വരാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. നമ്മളോട് ചീത്തത്തരം കാണിച്ച ആൾക്കാരുടെ അടുത്ത് പോലും നമ്മൾ സ്നേഹത്തോട് മാത്രമേ പെരുമാറത്തുള്ളൂ. അത്രയ്ക്കൊരു നല്ലൊരു എനർജി ഉള്ളൊരു ആളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾക്ക് വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെയാണ്. അത് ആ ഒരു വ്യക്തിക്ക് അറിയാം. അതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്. അപ്പോൾ എന്തൊക്കെ കാണിച്ചാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു സെൻറ്റി ഡയലോഗോ അല്ലെങ്കിൽ ഒരു കുറച്ച് കരച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അയാളുടെ വശത്താക്കാം എന്നൊക്കെ ഒരു ധാരണ ആ ഒരു പേഴ്സണുണ്ട് എന്തൊക്കെ കാണിച്ചാലും. അപ്പോൾ അത് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും നിങ്ങൾ അത് എന്താ പറയുക, നിങ്ങളൊരു പാവം സോളായതുകൊണ്ട് നിങ്ങൾ അതിനെ ആ ഒരു രീതിയിലേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ തിരിച്ചൊരു എതിർത്തൊരു മോശമായ ഒരു വാക്ക് പോലും പറയില്ല എന്നറിയുന്നത് കൊണ്ട് അതും അയാൾക്കൊരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ ഓക്കെ ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നൊരു മൈൻഡും ഉണ്ട് അയാളുടെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അയാൾക്കറിയാം നിങ്ങളുടെ അടുത്തോട്ട് അയാൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അയാളെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന്. അതായത് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് സാരയില്ല പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 80 കൂടെ ആയതുകൊണ്ട് നിങ്ങൾ വലുതായിട്ട് കുറ്റപ്പെടുത്തുകയൊന്നുമില്ല. പക്ഷേ അയാൾക്കുള്ളിൽ സ്വന്തമായിട്ട്, അതായത് നമ്മൾ എത്രയൊക്കെ ആരോടെങ്കിലുമൊക്കെ കാണിച്ചാലും നമുക്കുടേതായിട്ടുള്ളൊരു ബോധം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കുറ്റം ചെയ്താലും നമ്മൾ വെളിയിൽ എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് നടന്നാലും നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ അടുത്ത് കുറ്റക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അയാൾക്ക് ഭയങ്കര ചമ്മലുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളതിൽ. പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ സ്വീകരിക്കുന്ന അയാൾക്കറിയാം. കാരണം വെച്ചാൽ നിങ്ങൾ അത്രയ്ക്ക് എമ്പതും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അയാൾക്ക് മെസ്സേജ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോവാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അയാളൊരു എനർജി വാമ്പിയർ ആണ്. അയാൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അയാൾ നിങ്ങളുടെ അടുത്തോട്ട് വരിക. അപ്പോൾ നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു പേഴ്സൺ ഇനി തിരിച്ചു വരുമ്പോൾ പെരുമാറാനും സംസാരിക്കാനും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയോ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ